മാർച്ച് 23 ഞായറാഴ്ച വൈകുന്നേരം 6:30 കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടറും കാർഡിയോളജി വിഭാഗം തലവനുമായ ഡോക്ടർ പി രവീന്ദ്രൻ സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു. ബാല്യകാലത്ത് പഠനത്തിനൊപ്പം പിതാവിന്റെ ബേക്കറിയിൽ ജോലിക്കാരൻ. കമല ബേക്കറി കച്ചവടക്കാരനായിരുന്നു, പലഹാരങ്ങളുടെ കൂട്ടുകാരനായിരുന്നു പിതാവ്. നമ്മളവിടെ ചെറുപ്പത്തിലൊക്കെ അച്ഛനെ സഹായിക്കുമായിരുന്നു. നമ്മുടെ ഷോപ്പിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹൈസ്കൂളിൽ തുടങ്ങിയിട്ട് പ്രീ കഴിയുന്നവരെ ദിവസം മിനിമം 3 മണിക്കൂർ. പ്രീ ഡിഗ്രിക്ക് റാങ്ക് ഹോൾഡർ. 79 ഞാൻ പ്രീ ഡിഗ്രി ആയത്. അന്ന് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ് ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് റാങ്ക്. ശരിക്കും ഫസ്റ്റ് ഗ്രൂപ്പിൽ മാത്സിലുള്ളവർക്കാണ് പ്രശ്നം കിട്ടാൻ സാധ്യത കൂടുതൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് റാങ്ക്. മോഹിച്ചത് എഞ്ചിനീയർ ആകാൻ. പിതാവിന്റെ ആഗ്രഹം സഫലീകരിക്കാൻ ബിഷപ്പ് ഗുരനിലേക്ക്. ഞാൻ ശരിക്കും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊരു എഞ്ചിനീയർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ 10ാം ക്ലാസ്, അന്ന് 10ാം ക്ലാസ് ഡിസൈഡ് ചെയ്യണം ഡിഗ്രി പോകുമ്പോൾ ഏത് ഗ്രൂപ്പ് എടുക്കണം. അപ്പം അച്ഛൻ പറഞ്ഞു 10ാം ക്ലാസ് ആയപ്പോൾ ഈ ഡോക്ടർ ആവാൻ ഏത് ഗ്രൂപ്പ് എടുക്കേണ്ടത് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനാണ് താങ്കൾ ആകാൻ ആഗ്രഹിച്ച എഞ്ചിനീയറാണ്. അച്ഛന്റെ ആഗ്രഹമാണ് ഡോക്ടർ. എനിക്ക് ആഗ്രഹം ഇല്ലാണ്ടായില്ല, പക്ഷെ കൂടുതൽ ആഗ്രഹം എഞ്ചിനീയർ ആവണമായിരുന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് പിന്നെ എനിക്ക് എന്നെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രാക്ടീസിനിടയിൽ എത്തുന്നവരിൽ ഹൃദ്രോഗികളുടെ എണ്ണം കണ്ടപ്പോൾ വീണ്ടും ഉപരിപഠനത്തിന്. ഹൃദ്രോഗ വിദഗ്ധനായി വീണ്ടും ജന്മനാട്ടിലേക്ക്. മരിക്കുന്നതിന് മുൻപ് പിതാവ് മകനോട് പറഞ്ഞു, മകനെ, നിന്റെ കൂടെ നിന്ന് എനിക്ക് മതിയായില്ല. ഡോക്ടർ രവീന്ദ്രൻ എന്നും അച്ഛൻ തന്നെയായിരുന്നു റോൾ മോഡൽ. പിതാവിന്റെ കഷ്ടപ്പാടറിഞ്ഞു വളർന്ന ആ മകന് ഓരോ രോഗിയും മുന്നിലെത്തുമ്പോൾ അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ മനസ്സ് വെമ്പും. അതാണ് ഡോക്ടർ പി രവീന്ദ്രൻ. നമ്മൾ ആ പ്രൊഫഷൻ എൻജോയ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ ഇത്രയും ബിസി, ചിലപ്പോൾ ഞാൻ 10-16 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. എന്നാലും എനിക്കത് മടുക്കാറില്ല. പക്ഷെ അത് ആൾക്കാർ എങ്ങനെ എടുക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ എൻ്റെ ഈ 89 ഞാൻ പ്രാക്ടീസ് തുടങ്ങി ഇത്രയും കാലം ഇപ്പോഴും അന്ന് തൊട്ടുള്ള പലരും എൻ്റെ ഫോളോ അപ്പിൽ ഇപ്പോഴും ഉണ്ട്. ബ്ലോക്ക് ഒരു പ്രത്യേക 70%-ലധികം ബ്ലോക്ക് അല്ലെങ്കിൽ 100% ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ 100% ബ്ലോക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാൽ നമ്മൾ അപ്പോൾ തന്നെ അത് ചെയ്യണം പറയുക. അപ്പോൾ തന്നെ തുറന്ന് പ്ലാസ്റ്റിക്. ഇപ്പോൾ 100% ബ്ലോക്ക് ആയത് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് 100% ക്ലോട്ട് വന്നതിലെ ബ്ലോക്ക് അപ്പോൾ തന്നെ മാറ്റിയില്ലെങ്കിൽ അതിന് ശേഷമുള്ള അത്രയും മസിൽ ഫുൾ ഡാമേജ് ആയിപ്പോൾ. പിന്നെ അയാളുടെ അതിന് ശേഷമുള്ള ലൈഫ് കഷ്ടമായിരിക്കും. ജനകീയ ഹൃദ്രോഗ വിദഗ്ധനെ അറിയാൻ 3.5 പതിറ്റാണ്ടിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അറിയാൻ കാണുക സക്സസ് സ്റ്റോറി.